ടെക്നോളജിയൊക്കെ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഗുരുവിനൊക്കെ എന്താ സ്ഥാനമല്ലേ. ചിലർ പറയും മാതാപിതാ ഗുരുദൈവമൊക്കെ പോയി, മാതാപിതാ ഗൂഗിൾ ദൈവമായി. ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഗൂഗിൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും ഒരു അധ്യാപകന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി മെറ്റിൽഡ. അങ്ങനെ ഒരു അധ്യാപക ദിനവും കൂടി കടന്നുപോയി. ഇത്തവണ അധ്യാപക ദിനത്തിൽ ആശംസകളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു. അതോടൊപ്പം കുറേ അധികം പേര് അധ്യാപകരെക്കുറിച്ചുള്ള മധുരോദാരമായ ഓർമ്മകൾ പങ്കുവെച്ചതും വായിച്ചു. അതിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അധ്യാപകർ പഠിപ്പിച്ച വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വിഷയം പഠിച്ചതുകൊണ്ട് ജീവിതത്തിലുണ്ടായ നേട്ടത്തെക്കുറിച്ചോ ആരും തന്നെ പറഞ്ഞു കണ്ടില്ല. എല്ലാവരും എഴുതിയത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ്, അധ്യാപകരുടെ സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച്, പരാജയ സമയത്ത് ചേർത്ത് പിടിച്ചതിനെക്കുറിച്ച്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പങ്കുവച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ഞാൻ 32 വർഷക്കാലം കേരളത്തിലെ വിവിധ കോളേജുകളിൽ മാത്സ് അധ്യാപികയായിരുന്നു. അവസാനത്തെ 2 വർഷങ്ങളിൽ KKTM കോളേജ്, മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പലും. റിട്ടയർ ചെയ്തിട്ടും അധ്യാപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1981 ഞാൻ സർവീസിൽ പ്രവേശിക്കുന്നത്. എത്രയോ കൊല്ലം മുമ്പാണല്ലേ. ഈ വീഡിയോ കാണുന്ന പലരും അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കോളേജ് അന്തരീക്ഷം. ഞാൻ ജോയിൻ ചെയ്ത കോളേജിൽ ഏതായാലും അക്കാദമിക് താല്പര്യങ്ങളുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അവിടെ തന്നെ പഠിക്കണമെന്ന് നിർബന്ധം മൂലം ചേർന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയി. പ്രീ ഡിഗ്രി ക്ലാസ്സാണ്, 90 കുട്ടികളുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മാത്സ് പഠിക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിലൊന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലാകെ ഒരു ബഹളമൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. കുറേ പേരൊക്കെ സംസാരം നിർത്തി. എന്നാൽ കുറച്ച് പേര് സംസാരം തുടർന്നു. അപ്പോൾ ഞാൻ കുറേ കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞു, നിങ്ങളോടല്ലേ സംസാരിക്കരുതെന്ന് പറഞ്ഞത്. 2 പേര് എന്നിട്ട് സംസാരം തുടർന്നപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അവരോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. അവർ പോയില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്യുമല്ലോ. ഞാൻ വിചാരിച്ചു, അവർ പോയില്ലെങ്കിൽ ഞാൻ പോകാം, ഇവർ മാത്സ് പഠിക്കണത് എങ്ങനെയൊന്ന് കാണണമല്ലോ. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി സ്റ്റാഫ് റൂമിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധോദയം ഉണ്ടായി എന്നൊക്കെ പറയാം. ഇനി അവരുടെ ക്ലാസ്സിൽ പോകണമെങ്കിൽ അവർ വരണം, മാപ്പ് ചോദിക്കണം, എന്നാലല്ലേ എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റൂ. 2-3 ദിവസം കഴിഞ്ഞു, ആരും വന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പെരുമാറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സ്നേഹപൂർവ്വം അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഏതായാലും ആ വിദ്യാർത്ഥികളെ വിളിച്ചു, അരികിലിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ക്ലാസ് എടുക്കുമ്പോൾ, മാത്സ് പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷനൊക്കെ പോകും, അപ്പോൾ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്നോട് സഹകരിക്കണം. കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അവർ സമ്മതിച്ചു. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു, നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി, സോൾവ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും സഹകരിക്കണം. പിന്നീടുള്ള ദിവസങ്ങൾ വളരെ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഈ 2 കുട്ടികളും ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ക്ലാസ് തുടങ്ങുമ്പോഴേ സ്ഥാനം പിടിക്കുമായിരുന്നു. അപ്പോൾ അന്നേ തുടങ്ങി എനിക്ക് സ്നേഹം, കരുതൽ, ചേർത്ത് പിടിക്കൽ, ഇതിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ വിശ്വാസത്തിന് കോട്ടമൊന്നും തട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തപ്പോൾ, KKTM കോളേജിൽ ചാർജ് എടുത്തപ്പോൾ എന്നോട് സ്നേഹമുള്ള എൻ്റെ സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി, പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ടീച്ചറിൻ്റെ ഈ സ്റ്റൈലൊന്നും പറ്റില്ല കേട്ടോ, അപ്പോൾ അവരെ വേണ്ട വിധത്തിലൊക്കെ കൺട്രോൾ ചെയ്തോളണം. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം. ഏതായാലും KKTMൽ എൻ്റെ സ്റ്റൈൽ വിജയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മഹാരാജാസ് കോളേജിലെത്തി. വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള ക്യാമ്പസാണല്ലോ. ഞാൻ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ ചാർജ് എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമിലിരിക്കുമ്പോൾ, പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരിക്കുമ്പോൾ കുറേ കുട്ടികൾ വാതിലൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്നു. അതിലെ നേതാവ് എന്നോട്, അയാൾ കൈ ചൂണ്ടിയാണ് സംസാരിച്ചത്, നിങ്ങളിങ്ങനെ കസേരയിലിരുന്നാൽ മതിയോ? ക്യാമ്പസിൽ എന്താ നടക്കുന്നതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മളെ വളരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സംസാരമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. നമുക്ക് ഇരുന്ന് സംസാരിക്കാമല്ലോ. അപ്പോഴും നേതാവിനോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇരുത്താനൊന്നും നോക്കണ്ട. അവസാനം നിർബന്ധത്തിന് വഴങ്ങി അവരിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, പറയൂ. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്,
അവർക്കൊന്നും തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് നമുക്ക് വളരെ രോഷാകുലനായി സംസാരിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം, കൈ ചൂണ്ടണം. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ, ബഹുമാനിതരാകുമ്പോൾ മൈൻഡ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ പഴയ ഉഷാറൊന്നും കിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് അതിൽ ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു, മിസ്സേ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല, സത്യത്തിൽ ഇതൊക്കെ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ വളരെ സന്തോഷപൂർവ്വം എഴുന്നേറ്റ് പോയി. ആ വർഷം വളരെ ഏറെക്കുറെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ എനിക്ക് പറ്റി. അപ്പം ഞാൻ പറയുന്നത്, അധ്യാപകരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: ടെക്നോളജി എത്ര വളർന്നാലും അല്ലെ കാലം എത്ര പുരോഗമിച്ചാലും വിദ്യാർത്ഥികൾ ഒരു ഗുരുവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടേയില്ല. കാരണം മനുഷ്യൻ്റെ ബേസിക് നേച്ചർ മാറില്ലല്ലോ. മനുഷ്യന് ബേസിക്കായിട്ടുള്ള ആഗ്രഹങ്ങൾ വിദ്യാർത്ഥികൾക്കുമുണ്ട്. ഒരു സ്നേഹം, കരുതൽ, പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ചേർത്ത് പിടിക്കൽ. ഇതാണ് ഒരു ഗുരുവിൽ നിന്ന് ഏതൊരു വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയൊക്കെ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഓ ഇനി ഗുരുവിനൊക്കെ എന്താ സ്ഥാനമല്ലേ. ചിലർ പറയും മാതാപിതാ ഗുരുദൈവമൊക്കെ പോയി, മാതാപിതാ ഗൂഗിൾ ദൈവമായി. ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഗൂഗിൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും ഒരു അധ്യാപകന് കൊടുക്കാൻ പറ്റും. അധ്യാപകൻ യോഗ്യതാ പരീക്ഷകളൊക്കെ വിജയിച്ച് വരുന്ന ക്വാളിഫിക്കേഷൻസൊക്കെ നേടി വരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഗുരുവിന് കൊടുക്കുന്ന പല കാര്യങ്ങളും ഗൂഗിളിന് കൊടുക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഡോക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനുഷ്യജീവൻ അവരുടെ കയ്യിലാണെന്ന് പറയും. അധ്യാപകരുടെ കയ്യിൽ എന്താ ഉള്ളത്? ജീവിതങ്ങളാണ്. വിദ്യാർത്ഥിയുടെ ജീവിതങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് അധ്യാപകർക്ക് ഒരു ചലഞ്ചുമില്ല. ഈ ഗുരുവിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു ഗൂഗിളിനും പറ്റില്ല, ഒരു ടെക്നോളജിക്കും പറ്റില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു.